കഴിഞ്ഞ ദിവസം നമ്മൾ ബെൽ കോളിമാൻ സൈക്കിൾ പറഞ്ഞായിരുന്നു. അത് ഓപ്പൺ ക്ലോസ്ഡ് എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം, ഒരു ബെൽ കോളിമാൻ സൈക്കിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു റെഫ്രിജറേഷൻ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുവരെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇനി അതിൻ്റെ പ്രോബ്ലംസാണ്. അപ്പോൾ നമ്മൾ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ പറഞ്ഞില്ലേ. അപ്പോൾ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ പറഞ്ഞിട്ട് അതിൻ്റെ തിയറി പറഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രോബ്ലം ചെയ്ത മാതിരി അതേപോലെ തന്നെയാണ് നമ്മളൊരു ബെൽ കോളിമാൻ അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ അല്ലെങ്കിൽ ബ്രേട്ടൺ സൈക്കിൾ, റിവേഴ്സ്ഡ് ബ്രേട്ടൺ സൈക്കിളൊക്കെ എന്ന് പറയുന്ന സാധനം അതിൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇൻ എ റെഫ്രിജറേറ്റഡ് പ്ലാന്റ് വർക്കിംഗ് ഓൺ ബെൽ കോളിമാൻ സൈക്കിൾ. അപ്പോൾ ബെൽ കോളിമാൻ സൈക്കിൾ എന്ന് നിങ്ങളടുത്ത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടിയ സാധനം എന്ന് പറയുന്നത് അവിടെ എന്തുണ്ടാവും, ബെൽ കോളിമാൻ സൈക്കിൾ നമ്മൾ സാധാരണ പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു റെഫ്രിജറേഷൻ യൂണിറ്റ് ഉണ്ടാവും. ഈ റെഫ്രിജറേഷൻ യൂണിറ്റാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഈ റെഫ്രിജറേഷൻ യൂണിറ്റിൽ നിന്ന് നമ്മൾ വരുന്ന ഹീറ്റ് അബ്സോർബ്ഡ് ആയിട്ടുള്ള എയറിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മളവിടെ എന്ത് ചെയ്യുന്നു, ഒരു കംപ്രസറിൽ കൊടുത്തിട്ട് നമ്മളതിനെ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യിച്ചെടുക്കുന്നു അല്ലേ. ഫസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നു, കംപ്രഷൻ നടക്കുന്നു. ഈ കംപ്രസറിൽ നിന്നാണ് അതെന്ത് ചെയ്യുന്നത്, പിന്നെ ഒരു എന്തിലേക്ക് പോകുന്നത്, നമ്മുടെ ഒരു കൂളറിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂളറിലൂടെ കൂൾ ചെയ്യിക്കുന്നു. പിന്നെ കൂളറിൽ നിന്ന് ഹീറ്റ് റിയാക്ഷൻ നടന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ് വരുന്നതിന് പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കംപ്രസറിൻ്റെ നേരെ ഓപ്പോസിറ്റ് പരിപാടി, അതായത് ഒരു എക്സ്പാൻഡറിൽ അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ വാൽവിൽ കൂടെ കടത്തി വിടുന്നു. അപ്പോൾ ഈ എക്സ്പാൻഡർ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ലോ പ്രഷറിൽ നിന്ന് ആ ലോ പ്രഷറിലുള്ള എയറാണ് എന്ത് ചെയ്യുന്നത്, ഈ റെഫ്രിജറേറ്റിംഗ് യൂണിറ്റിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഹീറ്റ് അബ്സോർബ് ചെയ്ത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് അബ്സോർബ് ചെയ്ത് ടെമ്പറേച്ചർ കൂടി എന്ത് ചെയ്യുന്നത്, കംപ്രസർ വഴി ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പാൻഡർ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ ഒരു ടിപ്പിക്കൽ എന്താണ് ബെൽ കോളിമാൻ സൈക്കിളിൽ നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ റെഫ്രിജറേറ്റർ പ്ലാന്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയർ ഈസ് കംപ്രസ്ഡ് ടു 5 ബാർ. എയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, 5 ബാറിലേക്ക് കംപ്രസ് ചെയ്യുന്നു. ഫ്രം 1 ബാർ, 1 ബാറിൽ നിന്ന് 5 ബാറിലേക്ക് കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നോർമലി കൊടുക്കുന്നത് കംപ്രസറിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്ന സെക്ഷൻ 1 ആയിട്ടും കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന സെക്ഷൻ എന്തായിട്ടും പറയും, 2 ആയിട്ടും പറയും. അപ്പോൾ നമുക്ക് ഇതനുസരിച്ച് നമുക്കൊരു TS ഡയഗ്രാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്ത് പോവുക, വരച്ചങ്ങ് പോവുക. PV ഡയഗ്രാം പിന്നെ വരച്ചാൽ മതി. PV ഡയഗ്രാം TS ഡയഗ്രാം നിർബന്ധമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കംപ്രസ് ചെയ്യുന്നത് ഒരു ലോ പ്രഷർ എന്തായിരിക്കും, ഒരു ലോ പ്രഷറിലുള്ള ഒരു എന്തായിരിക്കും എയറിനെ ആയിരിക്കും നമുക്ക് കംപ്രസ് ചെയ്ത് നമുക്ക് എന്ത് എത്തിക്കേണ്ടത്, ഹൈ പ്രഷർ എയറിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ P1 എന്ന് പറയുന്ന പ്രഷറിൽ നിന്ന് P2 എന്ന് പറയുന്ന പ്രഷറിലേക്ക് എത്തിക്കണം. അപ്പോൾ 1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. ആ 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഐസെൻട്രോപിക്കലി ഞാൻ കംപ്രസ് ചെയ്ത് എന്ത് എത്തിക്കുന്നു, 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ഞാൻ എത്തിക്കുന്നു. ഇതാണ് ഇവിടുത്തെ കംപ്രഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1-ൽ നിന്ന് 2-ലേക്കുള്ളതാണ് ഇവിടെ കംപ്രസർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കംപ്രസർ. അപ്പോൾ ഈ കംപ്രസറിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഈ എയർ ഈസ് കംപ്രസ്ഡ് ടു 5 ബാർ, 5 ബാറിലേക്ക് കംപ്രസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് P2 ആണ് 5 ബാർ. അപ്പോൾ 2 എന്ന് പറയുന്നത് പോയിൻറ്റിലെ പ്രഷർ, ദാറ്റ് ഈസ് P2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, 5 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രം 1 ബാർ, അപ്പോൾ അതിൽ കയറുന്ന സമയത്ത് P1 ഈസ് ഈക്വൽ ടു എന്താണ്, 1 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ P1 ഈസ് ഈക്വൽ ടു 1 ബാർ. ഈ P1-ൻ്റെ വാല്യൂ നമുക്ക് എന്തെന്ന് എടുക്കാം, 1 ബാർ എന്ന് എടുക്കാം. P2-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയെന്ന് എടുക്കാം, 5 ബാർ എന്ന് എടുക്കാം. ബാർ കൺവേർട്ട് ചെയ്യാനും വേണ്ട കാര്യം, അതിപ്പോൾ അങ്ങനെ കടന്നോട്ടെ. ഇറ്റ്സ് ഇനിഷ്യൽ ടെമ്പറേച്ചർ ഈസ് 10 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ കംപ്രഷൻ നടക്കുമ്പോൾ ഉള്ള ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ പ്രോസസ്സിലെ ആദ്യത്തെ ടെമ്പറേച്ചർ, അതായത് T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ, T1 ആണ് തന്നിരിക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര പറഞ്ഞിരിക്കുന്നത്, 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇവിടെ എഴുതാം 283 കെൽവിൻ പ്ലസ് 273 ചെയ്താൽ മതി. ആൻഡ് ദെൻ ആഫ്റ്റർ കംപ്രഷന് ശേഷം ദ എയർ ഈസ് കൂൾഡ് അപ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്മുടെ കൂളറിലാണ് കൂളിംഗ് നടക്കുന്നത് അല്ലേ. അപ്പോൾ കംപ്രഷൻ എന്ന് പറയുന്ന 2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഔട്ടിൽ കിട്ടിയ ഒരു സാധനത്തിനെ കൂളറിൽ കയറ്റി നമ്മൾ എന്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു, 3-ലേക്ക് എത്തിക്കുന്നു. അപ്പോൾ കൂളർ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ടെമ്പറേച്ചർ റിഡക്ഷനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതേ പ്രഷറിൽ തന്നെ P2-ൽ ടെമ്പറേച്ചർ റിഡക്ഷൻ ആണ് നമ്മൾ താഴോട്ട് വരയ്ക്കും. അപ്പോൾ താഴേക്ക് വരച്ചു, ഇതേ പ്രഷറിൽ താഴേക്ക് വരച്ചിട്ട് നമ്മൾ 3 മാർക്ക് ചെയ്തു. ദെൻ ആഫ്റ്റർ കംപ്രഷൻ ദ എയർ ഈസ് കൂൾഡ് അപ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് മീൻസ് ഈ T3 എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്നാണ് പറഞ്ഞേക്കുന്നത്, 20 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ T3 നമുക്ക് 20 പ്ലസ് 273 ചെയ്യുമ്പോൾ 293 എന്തെന്ന് കിട്ടും, കെൽവിൻ എന്ന് കിട്ടും. ദാറ്റ് ഈസ് അവർ T3 എന്ന് പറയുന്ന സാധനവും നമുക്ക് അവിടെ എന്ത് ചെയ്തു, തന്നിട്ടുണ്ട്. അപ്പം അതും പ്രശ്നമില്ല. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് in a cooler before expanding back to a pressure of 1 bar. നമുക്ക് ആ സെൻറ്റൻസ് ഒന്നുകൂടെ വായിക്കാം. After compression, the air is cooled up to 20 degrees Celsius in the cooler
ബിഫോർ എക്സ്പാൻഡിങ് ബാക്ക് ടു, അതായത് എക്സ്പാൻഡ് ചെയ്ത് 1 ബാർ എത്തിക്കുന്നതിന് മുമ്പ് കൂളറിൽ കൊണ്ടുപോയി 20°C എത്തിച്ചു. അപ്പോൾ നമ്മൾ എക്സ്പാൻഷൻ ചെയ്യുന്നത് എന്തിലാണ്? എക്സ്പാൻഡറിലാണ്. അപ്പോൾ 3ൽ നിന്ന് 4ലേക്ക് വരും. അപ്പോൾ 4ലേക്ക് വരുമ്പോൾ P4ൻ്റെ വാല്യൂ എഗെയിൻ എന്താണ്? കംസ് ബാക്ക് ടു എത്രയാണ്? 1 ബാർ. സോ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി അവിടെ തിരിച്ചെത്തി 1 ബാർ. അപ്പോൾ 1ൽ നിന്ന് 1ലേക്ക് തിരിച്ചെത്തി. അപ്പോൾ 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് എക്സ്പാൻഡറിൽ എന്താണ്? നമ്മുടെ കംപ്രഷൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ്. പ്രഷർ കൂടിയിൽ നിന്ന് കുറയുന്നു. ആ കുറഞ്ഞ പ്രഷർ എന്ന് പറയുന്ന എക്സിറ്റ് പ്രഷർ എന്ന് പറയുന്ന 4 ആണ്. ആൻഡ് ഈ 4 എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് 1 ആണ്. അതായത് താഴത്തെ P1 എന്ന് പറയുന്ന ലൈനിലേക്ക് കൊണ്ടെത്തിച്ചു എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കുക. അല്ലാതെ 5 ബാർ തന്നിരുന്ന അതാണ്, 1 ബാർ ഇത് തന്നിരുന്ന അതാണ്, T1 എന്ന് ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ T1 ആണ്, ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ T2 ആണ്, അങ്ങനെ പഠിക്കരുത്. First of all, you have to understand what is happening in the refrigerating cycle and what are the components in the refrigerating cycle, and then after you have to mention the അല്ലെങ്കിൽ we have to mention the pressure and temperature. For mentioning the pressure and temperature, we have to assign certain numbers like 1, 2, 3, 4 at exit and inlet of ഓരോരോ കമ്പോണൻസ്. അപ്പം എക്സിറ്റിൽ ഇൻലെറ്റിൽ ഓരോരോ കമ്പോണൻസിൽ നമ്പേഴ്സ് അസൈൻ ചെയ്ത് അതിനെ ഞാൻ TSലേക്ക് വരയ്ക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം വായിച്ച ഇതിൻ്റെ കൂട്ടത്തിലാണ് ഈ TS ഡയഗ്രം ഞാൻ എന്ത് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ മനസ്സിലാവും എന്തൊക്കെയാണ് മിസ്സിങ്, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഡിറ്റർമിൻ ദ തിയററ്റിക്കൽ COP ഓഫ് ദ പ്ലാന്റ് ആൻഡ് നെറ്റ് റിഫ്രിജറേറ്റിംഗ് എഫക്ട്സ്. വി ഹാവ് ടു ഫൈൻഡ് COP. സോ COP ഹാസ് ടു ബി ഫൗണ്ട് ഔട്ട്. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ദ നെറ്റ് റെഫ്രിജറേറ്റിംഗ് എഫക്ട്. നെറ്റ് റെഫ്രിജറേറ്റിംഗ് എഫക്ട് മീൻസ് വി ആർ റെഫ്രിജറേഷൻ എഫക്റ്റ് നടക്കുന്ന എവിടെയാണ്? 4 to 1ലേക്കാണ് അല്ലേ? അത് ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്, തിരിച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ ഈ Q എന്ന് പറയുന്നതാണ് ഹീറ്റ് അബ്സോർബ്ഡ് എങ്കിൽ ദാറ്റ് ഈസ് റെഫ്രിജറേഷൻ എഫക്റ്റ് നടക്കുന്ന ഈ ഒരു പോയിന്റിൽ Q എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്താണ് 4 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് അത് 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഇവിടെ ഹീറ്റ് റിജക്ഷൻ, ഇവിടെ ഹീറ്റ് അബ്സോർപ്ഷൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ സൈക്കിൾ അനാലിസിസ് പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നമുക്കറിയാവുന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് COP കണ്ടുപിടിക്കുക നെറ്റ് റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഹീറ്റ് എന്ത് ചെയ്തുകൊണ്ട് പോകുന്നു? അബ്സോർബ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ദാറ്റ് മീൻസ് സിംപ്ലി പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് Q. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞപ്പോഴേ അറിയാം ഹീറ്റ് അബ്സോർബ്ഡ് ആയിരിക്കും നമ്മുടെ റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. വീണ്ടും ഞാനത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. വി ഹാവ് CP. സോ CP ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ആൻഡ് CV ഈസ് ഈക്വൽ ടു 0.718 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഓക്കെ, ഗാമ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? CP/CV എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും അല്ലേ? CP/CV എന്ന് പറഞ്ഞാൽ 1.005 ഡിവൈഡഡ് ബൈ 0.718 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.4. അപ്പോൾ ഗാമ ഈസ് ഈക്വൽ ടു 1.4 ആണെങ്കിൽ ഇറ്റ് ഈസ് അഡയബാറ്റിക് പ്രോസസ് ഹാപ്പനിങ്. അത് ഐസെൻട്രോപിക് പ്രോസസ്സാണ്, അഡയബാറ്റിക് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് അപ്പോൾ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ സിൻസ് ദ പ്രോസസ് ഈസ് എന്തെന്ന് പറയാൻ പറ്റും? അഡയബാറ്റിക്. നമുക്ക് പോളിട്രോപ്പിക്കിൻ്റെ കേസിലേക്കുള്ള കാര്യം വർക്ക് ഡൺ നമ്മൾ PV/N ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന രീതി വരുവാണെങ്കിൽ നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ നമ്മൾ ജനറലൈസ് ചെയ്ത് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? COP കണ്ടുപിടിക്കുന്നതിനും ഇക്വേഷനും വർക്ക് ഡൺ ഇക്വേഷനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ PV/N എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല, CP/CV തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഗാമ കണ്ടുപിടിച്ചു. അപ്പോൾ എന്ത് കിട്ടി? 1.0 1.4 എന്ന് പറയുന്ന സാധനം കിട്ടി. അല്ലെങ്കിൽ ഗാമ ഡയറക്റ്റ് തന്നിരുന്നാൽ മാതിരി ചെയ്യുകയും ചെയ്യാം. PV/2 ഒരു 1.4ന് പകരം വേറെ ഏതെങ്കിലും വാല്യൂ ആണ് തരുന്നതെങ്കിൽ യു ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് COP. അത് നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. അതർവൈസ് യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. COP ഈസ് ഈക്വൽ ടു T4/T3 - T4 ഓർ COP ഈസ് ഈക്വൽ ടു 1/RP⁻⁻1 വാട്ട് ഈസ് RP? ഇറ്റ് ഈസ് ദ എക്സ്പാൻഷൻ ഓർ പ്രഷർ റേഷ്യോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സാണ്. അപ്പോൾ ഇതിൽ വളരെ വലിയ സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ആ ഒരു ഡെറിവേഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻസും ടെമ്പറേച്ചർ റിലേഷൻസും മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് വേണ്ടിയത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് COP. ഹൗ കുഡ് വി ഫൈൻഡ് COP? COP ദ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിൻസ് ഗാമ ഈസ് ഈക്വൽ ടു 1.4 വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഓർ ഇത് രണ്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. സിൻസ് വി ഹാവ് 2 പ്രഷർ ലിമിറ്റ്സ്, P1 അറിയാം, P2 അറിയാം. അതുകൊണ്ട് നമുക്ക് വലിയ സീനൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ P1 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 ബാർ ആണ്. അപ്പോൾ ലോവർ ടെമ്പറേച്ചർ പ്രഷർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ബാർ, ഹൈ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 5 ബാറുമാണ് നമുക്കിവിടെ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 ബാറിനും 5 ബാറിനും ഇടയ്ക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഓപ്പറേഷൻസ് നടക്കുന്നത്. സോ കംപ്രസറാണ് ഇതിനെ താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കുന്നത്, എക്സ്പാൻഡറാണ് മുകളിൽ നിന്ന് എന്തിനെ എത്തിക്കുന്നത്? താഴേക്ക് എത്തിക്കുന്നത്. COPയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് T4 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് പറയാൻ പറ്റും? T4 ഡിവൈഡഡ് ബൈ T3 മൈനസ് എന്തെന്ന് പറയാം? T3 മൈനസ് T4. ഇനി നമ്മൾ നോക്കേണ്ട ഈ ടെമ്പറേച്ചേഴ്സ് എനിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. വെദർ വി ഹാവ് ദ ടെമ്പറേച്ചേഴ്സ് ലൈക്ക് T4 ആൻഡ് T3. T4 എന്ന് പറയുന്നത് നമ്മുടെ ഇതെവിടെ നടക്കുന്ന എക്സ്പാൻഡറിലല്ലേ? ആ എക്സ്പാൻഡറിൽ നടക്കുന്ന ഇൻലെറ്റ് ടെമ്പറേച്ചറാണ് T3 എന്ന് പറയുന്നത്. അതിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചറാണ് T4 എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് എവിടെയാണ്? കൂളറിലാണ്. കൂളറിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചറാണ് T3, അല്ലെങ്കിൽ നമുക്കിങ്ങനെ T3 എന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതുണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് T1 തന്നിട്ടുണ്ട്. T1 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 283 എന്ന് തന്നിട്ടുണ്ട്. സോ വി ഹാവ് T1 ഈസ് ഈക്വൽ ടു എത്രയാണ്? T1 ഈസ് ഈക്വൽ ടു 283 കെൽവിൻ. T2 തന്നിട്ടുണ്ട്. അവിടെ T2 നമുക്ക് തന്നിട്ടില്ല, T2 നമുക്കറിയത്തില്ല. T3 നമുക്ക് തന്നിട്ടുണ്ട്. T3 ഈസ് ഈക്വൽ ടു 293 കെൽവിൻ. സോ വി ഹാവ് 293 കെൽവിൻ ആസ് എന്താണ്? T3 നമുക്കറിയാം. ഫസ്റ്റ് ഇനി നമുക്ക് വേണ്ടിയത് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്? നമുക്ക് ഈ T4 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ T4 കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, സിൻസ് ദ പ്രോസസ് ഈസ് അഡയബാറ്റിക്, 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് പ്രോസസ്സാണ്? അഡയബാറ്റിക് പ്രോസസ്സാണ്. അഡയബാറ്റിക് പ്രോസസ്സ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ്, ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് പറയാൻ പറ്റും? T3 ഡിവൈഡഡ് ബൈ T4, അല്ലെങ്കിൽ ഞാൻ മുകളിൽ T4 താഴെ T3 ചെയ്യുന്നു. T4 ബൈ T3 ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് എന്ത് എഴുതാം? പ്രഷർ റേഷ്യോ എന്ത് എഴുതണം? P4 ബൈ P3 എന്ന് എഴുതാം. നിങ്ങൾക്ക് എങ്ങനെ വേണോ എഴുതാം. T4 ബൈ T3 എന്ന് എഴുതിയാൽ ഈ T4ൻ്റെ കറസ്പോണ്ടിങ് പ്രഷർ കൂടെ എഴുതുക. ഈക്വൽ തീർന്നില്ല, റൈസ് ടു നമ്മൾ എന്ത് എഴുതേണ്ടി വരും? γ-1 ബൈ ഗാമ എന്ന് എഴുതേണ്ടി വരും. അപ്പം T4 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ P4 എന്ന് എഴുതണം, T3 എന്ന് എഴുതിയാൽ ഇവിടെ T3. അപ്പോൾ തിരിച്ച് നമുക്ക് ഇനി വേണമെങ്കിൽ എഴുതാം. T3 ബൈ T4 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? P4 എന്ന് എഴുതാൻ പറ്റത്തില്ല. T3 ആയതുകൊണ്ട് ന്യൂമറേറ്ററിൽ P3 എഴുതുക, ഡിനോമിനേറ്ററിൽ P4 എഴുതുക. ഇതേ പവർ തന്നെയാണ് ഇവിടെ വരുന്നത്, γ-1 ബൈ ഗാമ. ഓക്കെ. അപ്പോൾ അതേസമയം പ്രഷർ ഇവിടെ ഇട്ടിട്ട് ടെമ്പറേച്ചറിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു പവർ ഇപ്പുറത്ത് വരുമ്പോൾ അതെന്ത് വരും? റെസിപ്രോക്കൽ അവിടെ വരും. ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഇതാണ് നമ്മുടെ റിലേഷൻ. വി ഹാവ് T4 ഡിവൈഡഡ് ബൈ T3. T3യുടെ വാല്യൂ എത്രയാണെന്ന് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്? 293 കെൽവിൻ, വിച്ച് ഈസ് ഈക്വൽ ടു P4 ബൈ P3. വാട്ട് ഈസ് P4? P4 ഈസ് ഈക്വൽ ടു P1 ആണ്. രണ്ടും കോൺസ്റ്റൻറ്റ് പ്രഷറാണ് അല്ലേ. അപ്പോൾ P4 എന്ന് പറയുന്നതും എത്രയാണ്? 1 ബാർ ആണ്. സോ P4 ഈസ് ഈക്വൽ ടു 1 ബാർ ഡിവൈഡ് ബൈ P3. P3 എന്ന് പറയുന്നതും P2 എന്ന് പറഞ്ഞാൽ ഒരേ പ്രഷറിൽ നടക്കുന്ന സാധനം. ദാറ്റ് ഈസ് P3 ഈസ് ആൾസോ ഈക്വൽ ടു 5 ബാർ. ദാറ്റ് ഈസ് 1 ബൈ 5. രണ്ടും ബാറിൽ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട കാര്യം, രണ്ട് മുകളിലും താഴെയും ബാറിലായതുകൊണ്ട് അതങ്ങനെ തന്നെ ഇട്ടത്. നമ്മൾ ഗാമ ഈസ് ഈക്വൽ ടു 1.4 മൈനസ് 1 ഡിവൈഡ് ബൈ 1.4. ദിസ് ഈസ് ദ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാം? T4 കണ്ടുപിടിക്കാം. T4 ഈസ് ഈക്വൽ ടു, ഇതും കൂടെ അങ്ങ് അപ്പുറത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 293 ഇൻറ്റു എന്ത് വരും? 1 ഡിവൈഡ് ബൈ 5 ദ ഹോൾ റേസ് ടു 0.4 ഡിവൈഡ് ബൈ 1.4. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് T4ൻ്റെ വാല്യൂ 185 കെൽവിൻ കിട്ടുമെന്നാണ് ടെസ്റ്റ് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം. ഓക്കെ, അതായി 185 കിട്ടി. ഇനി അടുത്ത ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ബാക്കിയൊന്നുമില്ല, അൺനോൺ ആയിട്ടില്ല. അപ്പോൾ COP ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? T4 ഡിവൈഡ് ബൈ എന്താണ്? T3 മൈനസ് T4. T4 എന്ന് പറയുന്നത് 185 ഡിവൈഡ് ബൈ T3 എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 293 മൈനസ് T4 എന്ന് പറയുന്നത് 185. സോ ദ ആൻസർ വിൽ ബി 1.713. ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ COP ഓഫ് ദ റെഫ്രിജറേറ്റിംഗ് പാർട്ട്. നെറ്റ് റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? T1 മൈനസ് T4 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഒരു പ്രോസസ്സിലില്ലേ, ആ ഹീറ്റ് അബ്സോർബ്ഡ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് നമുക്ക് ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? Q ആയിട്ട് എടുക്കുക. ആൻഡ് Q ഈസ് ഈക്വൽ ടു CP ഇൻറ്റു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. നമ്മൾ നേരത്തെ എഴുതിയ സാധനം ഹീറ്റ് അബ്സോർബ്ഡ്, ഹീറ്റ് റിജക്റ്റഡ് ആണെങ്കിൽ CP ഇൻറ്റു T2 മൈനസ് T3 എന്ന് എഴുതണേ. ഹീറ്റ് അബ്സോർബ്ഡ് ആയതുകൊണ്ട് ഇവിടെയാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. T1 മൈനസ് എന്താണെന്ന് എഴുതുക? CP ഇൻറ്റു T1 മൈനസ് T4. ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, ഇവിടെ മാസ് മൾട്ടിപ്ലൈ ആയിട്ടുകൊണ്ട് അതിനെ നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? കിലോ ജൂൾ പെർ എന്തെന്ന് പറഞ്ഞിട്ട് എടുക്കുക? കിലോഗ്രാം എന്ന് പറഞ്ഞിട്ട് എടുക്കുക. കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവും. കിലോ ജൂൾ എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ CP ഇൻ കിലോ ജൂൾ ആണ്. CP എന്ന് പറയുന്നത് എന്താണ്? കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. സോ CP കിലോ ജൂളിലായതുകൊണ്ട് അവിടെ കിലോ ജൂളൊന്നും എഴുതി വെക്കരുത്. അപ്പോൾ CP ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്നറിയാം? 1.005 ഇൻറ്റു T1 മൈനസ് T4. വാട്ട് ഈസ് T1? T1ൻ്റെ വാല്യൂ എത്രയാണ്? 283 മൈനസ് T4. T4ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എവിടെയാണ്? T4 185. ദാറ്റ് ഈസ് 185. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ വന്നിട്ട് 98.5 കിലോ ജൂൾ പെർ എന്തെന്ന് എഴുതും? കിലോഗ്രാം എന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്തേണ്ടത്? എഴുതി വെക്കേണ്ട. മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഒരു കാര്യം നമ്മൾ ചെയ്യാനുള്ളത്, സപ്പോസ് ഇപ്പം ഹീറ്റ് റിജക്ഷൻ ചോദിച്ചു. ഹീറ്റ് റിജക്ഷനാണ് നമ്മൾ ഇപ്പം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിന് പകരം ഹീറ്റ് റിജക്ഷൻ നമ്മളിപ്പോൾ ഹീറ്റ് റിജക്റ്റഡ് എത്രയായിരിക്കും, കൂളറിൽ റിജക്റ്റ് ചെയ്ത ഹീറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഡെറിവേഷൻ നമ്മൾ ചെയ്തപ്പോൾ അനാലിസിസ് ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു സൈക്കിളിൻ്റെ തെർമോഡൈനാമിക് അല്ലെങ്കിൽ ഈ സിസ്റ്റം അനാലിസിസ് നമ്മൾ നടത്തിയപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ CP ഇൻറ്റു എന്ത് ചെയ്ത് കൊടുത്താൽ മതി? T2 മൈനസ് T3 ചെയ്യുമ്പോൾ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു ഹീറ്റ് റിജക്ഷൻ കിട്ടും. ഇനി T2 ഇവിടെ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് T2 നമുക്ക് ഇത് അഡയബാറ്റിക് പ്രോസസ്സ് അല്ലേ?
2 to 1 to 2 എന്ന് പറയുന്ന അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അതിൽ ടെമ്പറേച്ചർ റിലേഷൻ T1 അല്ലെങ്കിൽ T2/T1 ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം, P2/P1 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1/γ. അപ്പോൾ നമ്മൾ ഇവിടെ T4 കണ്ടുപിടിച്ച മാതിരി നമുക്ക് T2 കണ്ടുപിടിക്കാനും പറ്റും. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് എന്താണ് ഹീറ്റ് റിജക്റ്റഡ് ഇൻ kJ/kg. CP നമുക്ക് ഈ പറഞ്ഞ സാധനം തന്നെയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇതെല്ലാം അങ്ങ് തീർക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനൊരു വർക്ക് ബുക്ക് തയ്യാറാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും, ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇനി സപ്പോസ് നമുക്ക് ഈ CP CV തന്നില്ല എന്ന് വെക്കുക. അതിന് പകരം PV/1.3 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു, കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു, നമ്മുടെ ഈ എക്സ്പാൻഷനും കംപ്രഷനും നടക്കുന്നത്. അതായത് ദിസ് ഈസ് ദ ലോ വിച്ച് ഒബേസ് ഡ്യൂറിങ് എന്താണ് എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ. അപ്പോൾ നമ്മുടെ കംപ്രഷനിലും എക്സ്പാൻഷനിലും ഈ ഒരു ലോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇതിനെ N ഈക്വൽ ടു എന്ന് പറഞ്ഞെടുക്കുക. N ഈക്വൽ ടു എത്രയെന്ന് എടുക്കുക, 1.3. അവിടെ നിന്ന് COP കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. COP ഈസ് ഈക്വൽ ടു എന്താണ്, COP ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ സാധനം T1 മൈനസ് T4 ഡിവൈഡഡ് ബൈ എന്താണ് N/N-1 ഇൻറ്റു എന്താണ് ഗാമ മൈനസ് 1/γ. ഗാമയൊക്കെ സെയിം തന്നെയാണ്. ഇൻറ്റു എന്താണ് 1.4 ഗാമയ്ക്ക് കൊടുത്താൽ മതി. T2 മൈനസ് T1 മൈനസ് T3 മൈനസ് T4. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, COP ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ PV ഡയഗ്രാം കൂടി നിങ്ങൾക്കൊന്ന് വരയ്ക്കാവുന്നതാണ്. PV ഡയഗ്രാം വരയ്ക്കാനാണ് ചോദിക്കുകയാണെങ്കിൽ PV ഡയഗ്രാം കൂടി വരച്ച് വെക്കുന്നത് നല്ലതാണ്. അതിന് ചിലപ്പോൾ ഒരു മാർക്ക് ഉണ്ടാവും. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സറാണ് ഹീറ്റ് അബ്സോർപ്ഷനും ഹീറ്റ് റിയാക്ഷനും. കംപ്രഷനും എക്സ്പാൻഷനുമാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വരയ്ക്കുന്നത്. കംപ്രഷൻ നമ്മൾ എന്ത് ചെയ്യണം, താഴെ നിന്ന് മുകളിലേക്കായിരിക്കും വരയ്ക്കേണ്ടത്. കാര്യം പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആവുന്ന രീതിയിൽ ഹോറിസോണ്ടൽ വരയ്ക്കണം. 3 to 4 എക്സ്പാൻഷനാണ്. അപ്പോൾ പ്രഷർ കുറയുന്നു, ടെമ്പറേച്ചർ കൂടുന്നു, വോളിയം കൂടുന്നു. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം 3 to 4. പിന്നെ 4 to 1 എന്ന് പറയുന്ന പ്രോസസ്സാണ് ഹീറ്റ് അബ്സോർപ്ഷൻ. അതെങ്ങനെ ഇരിക്കും, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. 4 to 1 കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഇമാതിരി വരയ്ക്കും. ദിസ് ഇസ് എ ടിപ്പിക്കൽ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു Bell-Coleman സൈക്കിൾ, റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ ഓർ റിവേഴ്സ്ഡ് ബാറ്റൺ സൈക്കിൾ, എങ്ങനെയാണോ പറയാം. മൂവിങ് ഓൺ, നമുക്ക് വേറൊരു രീതിയിൽ ഒരു ഇത് കൂടെയൊക്കെ ഒരു കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പം അങ്ങനെയാണെങ്കിൽ a refrigerating machine of 6 tons. So we have the refrigerating effect or refrigerating capacity of the machine. അപ്പോൾ റെഫ്രിജറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിന് ക്യാരി ഓവർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിസൈർഡ് എഫക്റ്റ് ആണ്. അതായത് അതിൻ്റെ ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. അതായത് Q ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 6 tons ഓഫ് റെഫ്രിജറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ റെഫ്രിജറേഷൻ കപ്പാസിറ്റി നമ്മൾ പറയുന്നത് 6 tons എന്ന് പറഞ്ഞാൽ 6 TR എന്നുള്ളതാണ്. അപ്പോൾ 6 TRനെ kJ/minute ആക്കണമെങ്കിൽ 6 ഇൻറ്റു എന്ത് ചെയ്ത് കൊടുത്താൽ മതി, 210 kJ നമുക്ക് എന്തെന്ന് എഴുതാം, മിനിറ്റ് എന്ന് എഴുതാം. എനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഓൾറെഡി അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതാണ് പറയേണ്ടത്, വർക്കിംഗ് ഓൺ Bell-Coleman സൈക്കിൾ. സോ വി ഹാവ് എ കംപ്രസർ ഫോളോഡ് വിത്ത് എ കൂളർ ഫോളോഡ് വിത്ത് എൻ എക്സ്പാൻഡർ and a refrigerating unit. That means where the heat is absorbed. അത്രയാണ് നമ്മുടെ അത് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വരണം. ഞാനിപ്പോൾ വീണ്ടും ഇത് വരയ്ക്കുന്നില്ല. ആൻഡ് ഇറ്റ് ഹാസ് ആൻ അപ്പർ ലിമിറ്റ് ഓഫ് പ്രഷർ 5.2 bar. അപ്പോൾ അപ്പർ ലിമിറ്റ് ഓഫ് പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സാധനത്തിൽ Bell-Coleman സൈക്കിൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതിന് വ്യത്യാസമൊന്നും വരത്തില്ല. TS ഡയഗ്രം എന്ന് പറയുന്നത് Bell-Coleman സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സെയിം ആണ്. അപ്പോൾ നമുക്ക് പ്രഷർ, ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഹൈ പ്രഷർ ലൈൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് 1 എന്നും പറയുന്ന സ്ഥലത്ത് നിന്ന് 2 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്ത് നടക്കുന്നു, കംപ്രഷൻ നടക്കുന്നു എന്ന് എഴുതി വെച്ചു. ദാറ്റ് മീൻസ് വി ഹാവ് ദ പ്രഷേഴ്സ് P1 ആൻഡ് P2. ദെൻ ദ അപ്പർ ലിമിറ്റ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് P1 ആയിരിക്കത്തില്ല, കാര്യം ലോവർ പ്രഷർ ആയിരിക്കും P1. അപ്പർ എന്ന് പറഞ്ഞാൽ കൂടിയ പ്രഷർ. അപ്പോൾ P2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്, P2 ഈസ് ഈക്വൽ ടു 5.2 bar. ഞാൻ ഇപ്പുറത്തേക്കൊന്നും എഴുതുന്നില്ല, ഈ ഒരു ഇതിൽ തന്നെ എഴുതി പോവാണ്. ആൻഡ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ കംപ്രഷൻ. ദാറ്റ് മീൻസ് കംപ്രഷൻ തുടങ്ങുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിൽ പ്രഷറും ടെമ്പറേച്ചറും പറഞ്ഞിരിക്കുന്നത് 1 ബാറും 16 ഡിഗ്രി സെൽഷ്യസ്. സോ വി ഹാവ് T1 ഈസ് ഈക്വൽ ടു 16 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് P1 ഈസ് ഈക്വൽ ടു എത്രയാണ്, 1 bar. ഓക്കെ, ഇപ്പോൾ 2 ക്വസ്റ്റ്യനിൽ 1 bar വന്നെന്ന് പറഞ്ഞ് ഇനി എല്ലാ ക്വസ്റ്റ്യനും തന്നിട്ടില്ലെങ്കിൽ ആ 1 bar എന്ന് പറഞ്ഞ് എടുത്ത് കളയരുത് കേട്ടോ. ദ കംപ്രസ്ഡ് എയർ ഈസ് കൂൾഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ടു എ ടെമ്പറേച്ചർ ഓഫ് 41 ഡിഗ്രി സെൽഷ്യസ്. കംപ്രസ്ഡ് എയർ കംപ്രസ്സായി നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ദ കംപ്രസ്ഡ് എയർ. ഇറ്റ് ഈസ് കൂൾഡ് at a constant pressure. That is, this is a pressure, this is a constant pressure through which the air is cooled to the point 3 and the temperature becomes 41 degrees Celsius. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്തോ ആയിക്കോട്ടെ, അതായത് T2 എന്തോ ആയിക്കോട്ടെ, എനിക്ക് അറിഞ്ഞുകൂടാ.
പക്ഷേ ഇവിടുത്തെ T3 എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഇറ്റ് ഈസ് 41°C. അത് 41°C എന്ത് ചെയ്യപ്പെട്ടു, കൂൾ ചെയ്യപ്പെട്ടു. ആൻഡ് എൻഡേഴ്സ് ദ എക്സ്പാൻഷൻ സിലിണ്ടർ. ദാറ്റ് മീൻസ് ഫ്രം 3 to 4 we will be having the expansion process that and it enters the expansion cylinder, assuming both the expansion and compression take isentropic with gamma is equal to 1.4. So we have reversible adiabatic process, gamma is equal to 1.4. So we can use the equation COP is equal to എന്താണ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് COP കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 1.4 എന്ന ഡാറ്റ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ബാക്കി സാധനങ്ങൾ. അപ്പോൾ 4:1 ആണ് നമ്മുടെ റെഫ്രിജറേഷൻ എഫക്റ്റ് വരുന്നത് അല്ലേ. 4:1 ഇറ്റ് ഈസ് എ heat will be absorbed during this process, and this 2 to 3 process will be heat rejection or cooling process for the air. So first of all we have to calculate the coefficient of performance. Coefficient of performance കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ടെമ്പറേച്ചേഴ്സ് എല്ലാം ഞാൻ കെൽവിൻ ആക്കി വെച്ചു. 2 ടെമ്പറേച്ചർ ഉണ്ട്, T1 T3. അപ്പോൾ T1 എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ കെൽവിൻ ആക്കുന്നതിന് വേണ്ടി 16ൻ്റെ കൂടെ 273 കൂട്ടി. അപ്പോൾ എത്ര ഇട്ടോടി, 289 289 അല്ലേ തന്നെ 289 കെൽവിൻ. ആൻഡ് T2 ഈക്വൽ ടു T2 നമുക്ക് ഇല്ല, T3 ഈസ് ഈക്വൽ ടു 41°. 41 പ്ലസ് എത്ര കിട്ടും, 273. 41 പ്ലസ് 273 304 കിട്ടുമായിരിക്കും അല്ലേ ആണോ. 304 എന്തെന്ന് കിട്ടും, കെൽവിൻ എന്ന് കിട്ടും. ഉറങ്ങിയാൽ എന്തോ. അപ്പം 304 കെൽവിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. അപ്പം 305 എടുത്തോട്ടെ. ചിലപ്പോൾ ഞാൻ 304 അല്ല 314, അതാണ്. ഈ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. ഒരിക്കലും മറക്കാൻ പാടില്ല. ചെയ്യുന്ന വലിയ കാര്യങ്ങളെല്ലാം തെറ്റിപ്പോകും. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ 314 കേട്ട് വേണം കേട്ടോ. ഇനി വേറെ ഒന്നുമില്ലല്ലോ. അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കണ്ടുപിടിക്കണം. COP കണ്ടുപിടിക്കാൻ എനിക്ക് ആരെയും സഹായം വേണ്ട. COPയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാം, T4 ഡിവൈഡഡ് ബൈ T3 മൈനസ് T4 ആണെന്ന് എനിക്കറിയാം. T4 ഇല്ല, T3യും ഉണ്ട്, T3 ഉണ്ട്. ഇപ്പോൾ T4 കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? T4 കണ്ടുപിടിക്കാനുള്ള മാർഗം T4/T3 ഈസ് ഈക്വൽ ടു, ഞാനിപ്പോൾ അത് എഴുതണ്ടല്ലോ, 3ഉം 4ഉം അഡിയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ്സ് ആയതുകൊണ്ട് 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അല്ലാതെ 1 to 4ലും ഈ ഒരു റിലേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, 2 to 3ലും ഈ ഒരു റിലേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ആലോചിച്ചോളണം. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിലും എടുത്ത് ഇത് ചെയ്താൽ പറ്റുള്ളൂ എന്നാണ്. അത് ഐസെൻട്രോപിക് പ്രോസസ്സ് നടക്കുന്നത് ഒന്നീ കംപ്രഷനിലും ഒന്നീ എക്സ്പാൻഷനിലുമാണ്. അപ്പോൾ T3/T4 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ T4/T3 ഈസ് ഈക്വൽ ടു P4/P3 the whole raised to എന്തെന്ന് പറയാം, ഗാമ മൈനസ് 1/ഗാമ എന്ന് പറയാം. അവിടെ നിന്ന് T4 ഈസ് ഈക്വൽ ടു T3 ഇൻറ്റു നമുക്ക് എന്ത് പറയാൻ പറ്റും, P4/P3 the whole raised to ഗാമ മൈനസ് 1/ഗാമ. then T4 ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് T3 എന്ന് പറയുന്നത് 314 കെൽവിൻ ആണ്. P4 എന്ന് പറയുന്നത് P4 ഈസ് ഈക്വൽ ടു P1 വിച്ച് ഈസ് ഈക്വൽ ടു 1 ബാർ. P3 എന്ന് പറയുന്നത് P3 ഈസ് ഈക്വൽ ടു P2 വിച്ച് ഈസ് ഈക്വൽ ടു 5.2 ബാർ. ദാറ്റ് ഈസ് 5.2 the whole raised to 1.4 മൈനസ് 1/1.4. ഇത് കാൽക്കുലേറ്റർ അടിക്കാൻ അറിയാല്ല. T4 കണ്ടുപിടിക്കുമ്പോൾ വാല്യൂ കിട്ടുന്നത് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് T4ൻ്റെ വാല്യൂ 196 കിട്ടുമെന്നാണ്. ദാറ്റ് ഈസ് 196.25 കെൽവിൻ എന്നുള്ളതാണ് നമ്മുടെ എന്തിൻ്റെ വാല്യൂ, T4ൻ്റെ വാല്യൂ. സോ വി ഹാവ് T4 അറിയാമെങ്കിൽ COP കണ്ടുപിടിക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 196.25 ഡിവൈഡഡ് ബൈ T3 മൈനസ് T4. T3 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 314 ആണ്. 314 minus T4, that is 196.25. that is the answer will be COP is equal to 1.674. മോർ ദാൻ ഒന്നും വന്നില്ലെങ്കിൽ ഇവിടെ തെറ്റിയെന്നുള്ളതാണ്, നോക്കിക്കോളാം COPയുടെ വാല്യൂ. ഇനി ഫസ്റ്റ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാധനത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൺ, ദ ക്വാണ്ടിറ്റി ഓഫ് എയർ ഇൻ സർക്കുലേഷൻ പെർ മിനിറ്റ്. ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് ദ മാസ് ഓഫ് ദ എയർ. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി. ഇറ്റ് വിൽ ബി ഇൻ കിലോഗ്രാം പെർ മിനിറ്റ്. അതായത് പെർ മിനിറ്റ് കണ്ടുപിടിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടുപിടിക്കാം. അപ്പോൾ കിലോഗ്രാം പെർ മിനിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ക്വാണ്ടിറ്റി ഓഫ് എയർ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ഈ ക്വാണ്ടിറ്റി ഓഫ് എയർ വെച്ച് ഡീൽ ചെയ്യുന്നത് എന്താണ്, Q തന്നിട്ടുണ്ട്. വി ഹാവ് Q എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്, Q ഈസ് ഈക്വൽ ടു CP ഇൻറ്റു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. T1 മൈനസ് T4 അല്ലേ, T1 മൈനസ് T4 ആണ്. അപ്പം ഇവിടെ ഇത് നമ്മൾ സാധാരണ പറയുന്നത് ഇറ്റ് ഈസ് ഇൻ കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. നമ്മൾ മാസും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ പെർ കിലോഗ്രാം കളയാമല്ലോ. അപ്പോൾ മാസ് ഇൻറ്റു എന്താണ് CP ഇൻറ്റു T1 മൈനസ് T4 ആണ് നമ്മുടെ എന്തെന്ന് കിട്ടും, Q എന്ന് പറയുന്ന സാധനമാണെന്ന് കിട്ടും. Q ഈസ് ഈക്വൽ ടു എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, 6 tons ഓഫ് റെഫ്രിജറേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഇൻ കിലോ ജൂൾ പെർ മിനിറ്റ് അല്ലേ. ഇപ്പോൾ യൂണിറ്റ് നോക്കിയുള്ള പെർ മിനിറ്റ് ആണ്. ആ മിനിറ്റിൽ തന്നെ ഇട്ട് ചെയ്താൽ മതി.
അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് കിലോ ജൂൾ പെർ മിനിറ്റിലുള്ള ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയേ ക്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 6 ടൺ കൊടുത്തു കഴിഞ്ഞാൽ 6 ഇൻറ്റു എത്ര പറഞ്ഞു 210 ആണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു, വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ എയർ എന്ന് പറയുന്ന ഹാൻഡിൽഡ് എനിക്ക് എത്രയെന്ന് അറിഞ്ഞൂടാ. സി പി ഈസ് ഈക്വൽ ടു 1.005 ആണല്ലോ, ഗാമ ഈസ് ഈക്വൽ ടു 1.4 ആണെങ്കിൽ സി പി ഈസ് ഈക്വൽ ടു 1.005 ആണ്. ഇത് അണ്ടർസ്റ്റുഡ് ആണ്, അറിഞ്ഞുകൊള്ളണം. ഗ്യാസിൻ്റെ കേസിൽ അല്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സി പി ഈസ് ഈക്വൽ ടു 1.003 എന്ന് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ സി പി ഈസ് ഈക്വൽ ടു 1.003 എന്ന് പറയുന്ന സാധനം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇൻറ്റു ഇനി അടുത്ത T1 വാല്യൂ എത്രയാണ്, 16 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലോട്ടാക്കിയപ്പോൾ 289 ഉള്ളത് തന്നെ മൈനസ് T4 വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടി, 196. സോ 196.25 ഇത് മൈനസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് മാസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ഇപ്പുറത്തുണ്ടെന്നല്ലേ, 6 ഇൻറ്റു 210 ഡിവൈഡഡ് ബൈ എന്താണ് 1.003 ഇൻറ്റു എന്ത് കിട്ടും, ബ്രാക്കറ്റിനകത്ത് 289 മൈനസ് 96.25 മൈനസ് ചെയ്തു, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്തോ ഒരു വാല്യൂ കിട്ടും. എനിക്ക് തോന്നുന്നത് ഇതെന്തായാലും ചെയ്യുമ്പോഴത്തേക്ക് 1260 കിട്ടുമെന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. കിലോ ജൂൾ പെർ മിനിറ്റിലായിരിക്കും അല്ലേ, കിലോ ജൂൾ പെർ മിനിറ്റിലായിരിക്കും സാധനം. ഡിവൈഡ് ബൈ ഈ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1.003 ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന 93 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണെന്ന് തോന്നുന്നു. ചെയ്ത് നോക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ മാസില്ലല്ലോ, ഇപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എം എയുടെ വാല്യൂ മാസ് ഓഫ് ദി എയർ ഹാൻഡിൽഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 13.543 for 548. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൻസർ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നോക്കി എഴുതുമ്പോൾ വ്യത്യാസം വരാം, ന്യൂമറിക്കൽ എറേഴ്സ് സംഭവിക്കാം, സ്വാഭാവികമാണ്. ഫുൾ ടൈം നിങ്ങൾ ഇരുന്ന് പറയുന്നുണ്ടെങ്കിലും കോൺസെൻട്രേഷൻ ഇവിടെ അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നോക്കിക്കോളൂ. അപ്പോൾ 2 എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലായി. ഈ ക്വാണ്ടിറ്റി ഓഫ് എയർ ഹാൻഡിൽഡിന് വേണ്ടിയിട്ട് ഹീറ്റ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് പഠിക്കേണ്ടത്. ഇനി പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കംപ്രസർ ആൻഡ് എക്സ്പാൻഡർ, ഇതുപോലുള്ള വൃത്തികെട്ട ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതൊരു പ്രത്യേക ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ കംപ്രസറും എക്സ്പാൻഡറിലും ആണ് നമുക്ക് പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ കംപ്രസ് ചെയ്യുന്നതും എക്സ്പാൻഡ് ചെയ്യുന്നതും, ഇപ്പോൾ കംപ്രസർ ഞാനിവിടെ എടുത്തു, കംപ്രസ് ചെയ്യുന്നതും എക്സ്പാൻഡ് ചെയ്യുന്നതും നമ്മുടെ എന്ത് വെച്ചിട്ടാണ്, പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ കംപ്രസർ എന്ന് വെക്കുക, നമ്മുടെ എക്സ്പാൻഡർ ഇവിടെയുണ്ട്, എക്സ്പാൻഡറും ഇതേപോലെ തന്നെയാണ്, ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, കംപ്രസ് ചെയ്യുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കംപ്രസർ ആൻഡ് എക്സ്പാൻഡർ, അതായത് കംപ്രസറിൻ്റെയും എക്സ്പാൻഡറിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം, പിസ്റ്റൺ ഡിസ്പ്ലേ, ദാറ്റ് മീൻസ് ദ വോളിയം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദ വോളിയം, അതായത് അതിൻ്റെ വോളിയംസ് കണ്ടുപിടിക്കുക. പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കംപ്രസർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്ട്രോക്ക് ലെന്ത് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വരാം, സ്ട്രോക്ക് ലെന്ത് ആണെന്ന് തോന്നിയാൽ നമുക്ക് സ്ട്രോക്ക് ലെന്ത് കണ്ടുപിടിക്കാനൊന്നും ഇപ്പോൾ മാർഗ്ഗമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വോളിയത്തിലേക്കാണ് പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നതെന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കംപ്രസറും എക്സ്പാൻഡറും നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇതിന് PV ഡയഗ്രാം വരച്ച് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് നമ്മൾ നല്ലത്. ഇപ്പോൾ PV ഡയഗ്രാം നമ്മൾ കംപ്രസറും എക്സ്പാൻഷനൊക്കെ പറയുമ്പോഴത്തേക്ക് PV ഡയഗ്രാം വെച്ചിട്ട് അതിൻ്റെ വോളിയമൊക്കെ റിലേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത്. നമുക്കറിയാമല്ലോ 1 to 2 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്ത് പ്രോസസ്സ്, കംപ്രഷൻ പ്രോസസ്സ്. 2 to 3 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ഹീറ്റ് റിജക്ഷൻ, ആൻഡ് 3 to 4 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എക്സ്പാൻഡർ പ്രോസസ്സ്, ആൻഡ് ദ 4 to 1 ഈസ് ദ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അബ്സോർപ്ഷൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പോൾ കംപ്രസർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 1 to 2 ആണ്. ഈ 1 to 2 എന്ന് പറയുന്നതാണ് കംപ്രസറിൽ നടക്കുന്ന പ്രോസസ്സ്. 3 to 4 എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് നടക്കുന്ന പ്രോസസ്സ്, എക്സ്പാൻഡറിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടിയത് വി ഹാവ് ടു ഫൈൻഡ് ദ എന്താണ് വോളിയംസ് ഓഫ് കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ. അപ്പോൾ കംപ്രഷൻ ചെയ്യുന്ന സമയത്ത്, കംപ്രഷനും എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് കംപ്രസർ കയറുന്ന വോളിയം എത്രയാണ്, V1 എന്ന് പറയുന്ന വോളിയത്തിലാണ് കംപ്രസർ കയറുന്നത്. പിസ്റ്റൺ നിൽക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ പിസ്റ്റൺ നിൽക്കുന്നത് ഏത് വോളിയത്തിലായിരിക്കും, V1 എന്ന് പറയുന്ന വോളിയത്തിലായിരിക്കും. ദാറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ ബിഫോർ കംപ്രഷൻ. അപ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഓഫ് ദ എന്താണ് V1, കംപ്രസർ ഇതായിരിക്കും V1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്പാൻഡർ എന്ന് പറയുന്നത് എത്രത്തോളം പിസ്റ്റൺ ഡിസ്പ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് V4 വരെ ആയിരിക്കും ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഒരു പിസ്റ്റൺ ഇവിടെ ഇരിക്കുന്ന പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് പോകുമല്ലേ, എക്സ്പാൻഡ് ചെയ്ത് എവിടം വരെ പോകും, V4 വരെ പോകും. ദിസ് ഈസ് ദ പോയിന്റ്. 3 to 4 ആണ് എക്സ്പാൻഷൻ. അപ്പോൾ ഇവിടെ നിന്ന് 3യിൽ നിന്ന് എന്തിലേക്ക് പോകും, 4 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് പോകും, 3 to 4. സോ വി ഹാവ് ടു ഫൈൻഡ് V4 ഫോർ നോയിങ് ദി പൊസിഷൻ ഓഫ് ദി ആ വോളിയത്തിലാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, പിസ്റ്റൺ ഡിസ്പ്ലേസ് ആയി നിൽക്കുന്നത്.
അതേസമയം ഇവിടെയാണെങ്കിലോ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് 1 to 2 ആണ്. അതായത് 1 എന്ന് പറയുന്നത് ഇത്രയാണെങ്കിൽ 2ലേക്ക്, അതായത് 1ൽ നിന്ന് 2ലേക്കാണ് പിസ്റ്റൺ എന്ത് ചെയ്യുന്നു പോകുന്നത്, ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ V1 എന്ന് പറയുന്ന ഈ വോളിയമാണ്, V1 എന്ന് പറയുന്ന ഈ വോളിയമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ കംപ്രസർ V1ൽ നിന്ന് V2ലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിസ്റ്റൺ ഡിസ്പ്ലേസ് ആക്ച്വലി നമുക്ക് L1 L2 എന്ന് പറയുന്ന സ്ട്രോക്ക് ലെന്ത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു അൺസർട്ടാനിറ്റിയിലാണ് നിൽക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനേ മാർഗ്ഗമുള്ളൂ. തന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ വായിച്ചു പോയി വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വോളിയം കണ്ടുപിടിക്കാൻ നിർബന്ധപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തവം. അപ്പം ഇവിടെ V4 കണ്ടുപിടിക്കുക, ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, V1 എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുക. സോ ഫൈൻഡിങ് ദ V4, ഫോർ ഫൈൻഡിങ് V4 ഫസ്റ്റ് ഓഫ് ഓൾ V4 കണ്ടുപിടിക്കാൻ നിങ്ങൾ ആലോചിക്കുക. PVC MRT എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞൂടെ. നമ്മൾ എയർ ആണല്ലോ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എയറിൻ്റെ കേസ് സംബന്ധിച്ചിടത്തോളം P ഇൻറ്റു എന്താണ് വോളിയം, അതായത് വോളിയം എന്ന് പറഞ്ഞാൽ മാക്സിമം വോളിയമാണ്, ഇത് സ്പെസിഫിക് വോളിയം അല്ല. P ഇൻറ്റു V ഈസ് ഈക്വൽ ടു M ഇൻറ്റു എന്തെന്ന് പറയാൻ പറ്റും, R ഇൻറ്റു T എന്ന് പറയാം. അപ്പോൾ എയറിൻ്റെ കേസ് ആയതുകൊണ്ട് നമുക്കിവിടെ MA എന്ന് കൊടുക്കുക, ആറിൻ്റെ സ്ഥലത്ത് RA എന്ന് കൊടുക്കുക. MA എന്ന് പറയുന്ന മാസ് ഓഫ് ദ എയർ ഹാൻഡിൽഡ്, RA ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പം MA എന്ന് പറയുന്നത് എന്താണ്, മാസ് ഓഫ് എയർ, ആൻഡ് RA ഈസ് ആക്ച്വലി ദി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് അല്ല, 8.314 അല്ല. ഈ PVC MRTയിൽ നമ്മൾ ഉപയോഗിക്കുന്ന R എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് 8.314 അല്ല, 8.314നെ അതിൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് സി പി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനും ഉണ്ട്. RA ഈസ് ഈക്വൽ ടു എന്നറിയോ, CP ഇൻറ്റു എന്തെന്ന് എഴുതും, ഗാമ മൈനസ് 1/γ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ആർത്ത് വെച്ചേക്കുക, അല്ലെങ്കിലും RAയുടെ വാല്യൂ എന്ന് പറയുന്നത് കാണാതെ പഠിച്ചാലും വരും, വിച്ച് ഈസ് ഈക്വൽ ടു 287 എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് ആറിൻ്റെ വാല്യൂ. ഒന്നുകിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. CP ഈസ് ഈക്വൽ ടു വാല്യൂ എത്രയാണ്, 1.003, 005 കൊടുത്താൽ ഇതൊക്കെ തന്നെ കിട്ടും. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും വരില്ല. 005 0.002 വേരിയേഷൻ. അപ്പം CP ഇൻറ്റു ഗാമ മൈനസ് 1/γ, RA ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 287 കിട്ടും. ഒന്നുകിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എയറിൻ്റെ കേസിൽ ഗാമ ഈസ് ഈക്വൽ 1.4 ആയാലും നമുക്ക് നോർമലി എയറിൻ്റെ കേസിൽ നിങ്ങൾ CFF പഠിക്കുന്നില്ലേ, CFFൽ 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എടുക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് MA ആൻഡ് RA. നമുക്ക് ഇനിയിപ്പം 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സാണ് കംപ്രഷൻ എങ്കിൽ, ആ 1ൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P1 ഇൻറ്റു പ്രഷർ ഇൻറ്റു വോളിയം V1 ഈസ് ഈക്വൽ ടു എന്താണ്, MA ഇൻറ്റു RA ഇൻറ്റു T എന്ന് എഴുതാം. നമുക്ക് വോളിയം V1 കണ്ടുപിടിക്കുക, എന്ത് ചെയ്ത് കൊടുത്താൽ മതി, MA ഇൻറ്റു RA ഇൻറ്റു T ഡിവൈഡഡ് ബൈ P1 ചെയ്താൽ മതി. ഇവിടുത്തെ ബാറിൽ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയരുത് P1. കാര്യം എന്താണ്, മുകളിൽ ബാറിലില്ല. മറ്റത് ഇവിടെയൊക്കെ ബാറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് P1 മുകളിലും ബാറാണ് താഴെയും ബാറാണ്, രണ്ടും കൂടെ വെട്ടിപ്പോകും. അപ്പം MAയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. MAയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 13.548 ഇൻറ്റു RA എന്ന് പറയുന്നത് എത്രയാണ്, 287 ഇൻറ്റു വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ, T1. അപ്പോൾ 1 കൊടുക്കുമ്പോൾ T1 ആണ് ടെമ്പറേച്ചർ. അപ്പോൾ T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ 289 ആണെന്ന് എനിക്കറിയാം. ദാറ്റ് ഈസ് T1 ഡിവൈഡഡ് ബൈ എന്താണ്, P1. P1ൻ്റെ വാല്യൂ എത്രയാണ് പറഞ്ഞേക്കുന്നത്, P1ൻ്റെ വാല്യൂ 1 ബാറാണ്. 1 എന്നെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയരുത്, ബാറിനെ എന്താണ് പാസ്കലാക്കാൻ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കാൻ. ദാറ്റ് ഈസ് P1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10⁵ പാസ്കൽ, അല്ലെങ്കിൽ ഓർ നമുക്ക് എന്ന് പറയാൻ പറ്റും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. അതിലേക്ക് ആക്കിയിട്ട് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ വോളിയം V1 ഈസ് ഈക്വൽ ടു വാല്യൂ എത്രയെന്ന് കിട്ടുമെന്നറിയോ, 11.237. അതായത് വലിയ വോളിയം ഡ്യൂറിങ് കംപ്രഷൻ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്രയും മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് കൊടുത്തിരിക്കണം. കാര്യം നമ്മൾ M സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് പെർ മിനിറ്റാണ്. അപ്പോൾ വോളിയം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്, ടോട്ടൽ വോളിയം ഓഫ് എയർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് V1 ഈസ് ഈക്വൽ ടു 11.237 എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എക്സ്പാൻഡറിലത് നമുക്ക് എന്തെന്ന് പറഞ്ഞു, V4, അതായത് മാക്സിമം എന്ത് ചെയ്യുന്ന വോളിയം, അത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള മാക്സിമം വോളിയം V4 ആണ്. ഇവിടെ നിന്ന് കംപ്രഷൻ നടക്കുമ്പോഴത്തേക്ക് ഇവിടെയുള്ള മാക്സിമം വോളിയം V1 ആണ്. V4 കണ്ടുപിടിക്കണം. ഈ 1 to 4 പ്രോസസ്സ് എടുത്താൽ മതി. 1 to 4 പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ് അല്ലേ, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഈ ഏത് പ്രോസസ്സിലും നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ്, ഇതിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ് P1 V1 ബൈ T1 ഈസ് ഈക്വൽ ടു എന്താണ്, P2 V2 ബൈ T2. 1ഉം 4ഉം ആയതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞു P4 V4 ബൈ എന്ന് പറയാം T4. നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ. P4 V4 ഈസ് ഈക്വൽ ടു MA RA T4. ഇനി ഈ ഒരു സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻറ്റ് പ്രഷർ അല്ലേ, അതായത് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ P4 ഈസ് ഈക്വൽ ടു P1 അല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിലും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സിലും കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിലും നമുക്ക് ഈ എന്താണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ, നമ്മൾ എന്തെന്ന് പറയുന്നത് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ, അതായത് കാറ്റലിസ്റ്റ് ഇക്വേഷനാണ്.
അപ്പം ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നമ്മൾ അപ്പോൾ ഇതിൽ P4 ഇതും വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് V4 കണ്ടുപിടിച്ചാൽ പോരെ. V1 നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ എളുപ്പത്തിന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഞാൻ ഉപയോഗിച്ചത്. 237 ഡിവൈഡഡ് ബൈ T1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 289 വിച്ച് ഈസ് ഈക്വൽ ടു V4 ആണ് ഈ കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ T4ൻ്റെ വാല്യൂ എത്ര 196.25 ദാറ്റ് ഈസ് 196.25 ഇതും കൂടെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ V4 കിട്ടും. ദാറ്റ് ഈസ് 11.237 ഇൻറ്റു 196.25 ഡിവൈഡഡ് ബൈ എത്രയാണ് 289 ഈസ് ഈക്വൽ ടു V4. സോ വി ഹാവ് V4 ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് V4ൻ്റെ വാല്യൂ 7.63 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. ഓക്കെ, മൂവിങ് ഓൺ ദ ഫോർത്ത് വൺ, ബോർ ഡയമീറ്റേഴ്സ്. ദാറ്റ് ഈസ് കറക്റ്റ് വൺ 4. അപ്പോൾ 4 എന്ന് പറയുന്ന സാധനം നമ്മൾ പറയുമ്പോൾ ബോർ ഓഫ് കംപ്രസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. കംപ്രസറിൻ്റെ ബോർ എന്ന് പറഞ്ഞാൽ എന്താ ഈ ഡയമീറ്റർ ക്യാപിറ്റൽ ലെറ്റർ D എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ഡയമീറ്റർ സ്മാൾ ലെറ്റർ D. അതാണ് നമ്മൾ എന്താണ് പിസ്റ്റൺ ഡയമീറ്റർ എക്സ്പാൻഡഡ് ഡയമീറ്റർ സ്മാൾ ലെറ്റർ D. അപ്പോൾ കംപ്രസർ പിസ്റ്റൺ ഡയമീറ്റർ അല്ലെങ്കിൽ എന്താണ് സിലിണ്ടർ ഡയമീറ്റർ. എക്സ്പാൻഡർ കംപ്രസർ എന്താണ് പിസ്റ്റൺ ഡയമീറ്റർ അല്ലെങ്കിൽ സിലിണ്ടർ ഡയമീറ്റർ സ്മാൾ ലെറ്റർ D എന്നും ക്യാപിറ്റൽ ലെറ്റർ D എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദ ബോർ ഓഫ് ദ കംപ്രസർ ആൻഡ് എക്സ്പാൻഡർ. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ലെറ്റർ D ആൻഡ് സ്മാൾ ലെറ്റർ D. സിലിണ്ടർ ദ യൂണിറ്റ് റൺസ് അറ്റ് 240 RPM ആൻഡ് ഇറ്റ് ഈസ് ഡബിൾ ആക്ടിങ് ആണ്. അപ്പുറം വരും. സിംഗിൾ ആക്ടിങ് അല്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കംപ്രഷൻ നടക്കുന്നുണ്ട്, ഇവിടെ എക്സ്പാൻഷൻ നടക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഡബിൾ ആക്ടിങ്ങിൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ. സ്ട്രോക്ക് ലെന്ത് 200 മീറ്റർ. ദാറ്റ് മീൻസ് വി ഹാവ് ദ ലെന്ത് ഓഫ് ദ സ്ട്രോക്ക്. ഏത് ടോട്ടൽ ലെന്ത് സ്ട്രോക്ക് ലെന്ത് 200, അതായത് L ഈസ് ഈക്വൽ ടു എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് 0.2 മീറ്റർ. അപ്പോൾ മൊത്തത്തിൽ ഇത് എത്ര ലെന്ത് പോകും? ഇവിടുത്തെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഈ V1 എന്ന് പറയുന്ന സ്ഥലത്ത് ഇരിക്കുമ്പോൾ എത്ര ഇത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് സ്മാൾ L, ഇതാണ് ക്യാപിറ്റൽ. ഇത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞത്. സ്ട്രോക്ക് ലെന്ത് രണ്ടിൻ്റെയും സെയിം ആണ്. ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ ആണ് ലെന്താണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് വോളിയമാണ്. അപ്പോൾ സ്ട്രോക്ക് ലെന്ത് 200 മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു ഫൈൻഡ് ദ ബോർ. ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വോളിയം ഹാൻഡിൽ നമുക്കുണ്ടല്ലേ, വോളിയം വെച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നറിയോ? വോളിയം എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ വോളിയം നോക്കിയാൽ മതി. സിലിണ്ടറിൻ്റെ വോളിയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ സ്ട്രോക്ക് ലെന്താണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ളതാണ് സ്ട്രോക്ക് ലെന്ത്. വോളിയം എന്ന് പറയുന്നത് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ടോട്ടൽ വോളിയമാണ് ഇത്. ഈ വോളിയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ ഏരിയനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു L ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സാധനത്തിൽ ഒരു ട്വിസ്റ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡബിൾ ആക്ടിങ്. ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ടത്. ഡബിൾ ആക്ടിങ് എന്ന് പറയുന്നതുകൊണ്ട് ഇത് ഒരു തവണ ഹാൻഡിൽ ചെയ്യുന്നത് A ഇൻറ്റു L അല്ല, ഇതിൻ്റെ ഡബിളാണ്. ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് വോളിയം. ഇനി ഇത് എത്രയാണ്? ഒരു റൊട്ടേഷനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രാങ്ക് ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു തവണ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇത്രയും വോളിയം ഡെലിവേർഡ് ആവും. ഇവിടെ എത്ര തവണ റൊട്ടേറ്റ് ചെയ്യും പെർ മിനിറ്റ്? 240 RPM ആണ്. റൊട്ടേഷൻസ് പെർ മിനിറ്റ് 240 ആണ്. അപ്പോൾ N കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ആണ്. ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പോകില്ല, എങ്ങനെ വെച്ചിട്ട് പോകാൻ. അപ്പോൾ N കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ കിട്ടുന്നത് നമുക്ക് എന്തിലുള്ള വോളിയം ആയിരിക്കും? മീറ്റർ ക്യൂബ്. ഒരു മിനിറ്റിൽ ഹാൻഡിൽ ചെയ്യുന്ന വോളിയത്തിനെ കുറിച്ച് കിട്ടും. മനസ്സിലായല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഈ N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിൽ മീറ്റർ ക്യൂബ് പെർ റെവല്യൂഷൻ എന്ന് എഴുതാനേ പറ്റും. ഒരു റെവല്യൂഷനിൽ ഇത്ര മീറ്റർ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. എന്നില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൊന്നുമില്ല. അപ്പം A ഇൻറ്റു L ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വോളിയം ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പം എന്തിൻ്റെ കേസാണ് വേണ്ടത്? ഇതിൻ്റെ കേസ്. അപ്പോൾ അവിടുത്തെ മാക്സിമം വോളിയം എന്ന് പറഞ്ഞാൽ V1 ആണല്ലേ അവിടുത്തെ വോളിയം. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു A1 ഇൻറ്റു എന്താണ് L കോൺസ്റ്റൻ്റ് ആണ് 2 ഇൻറ്റു അവിടുത്തെ N. V1 ഈസ് ഈക്വൽ ടു A എന്ന് പറയുന്നത് എന്താണ്? അങ്ങോട്ടുണ്ടായില്ല. അപ്പോൾ ഇവിടെ തീർക്കണം. ഇനി എന്തെങ്കിലും കണ്ടുപിടിക്കാനോ? ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ. പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ യൂണിറ്റ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. നോക്കിയോ, V1 ഈസ് ഈക്വൽ ടു A ഇൻറ്റു L ഇൻറ്റു 2 ഇൻറ്റു N. ഓക്കെ, തീർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പം A എന്ന് പറയുന്നത് എന്താണ്? π/4 d സ്ക്വയർ ഇവിടുത്തെ ഡയമീറ്റർ D എന്ന് പറഞ്ഞെടുത്തു ഇൻറ്റു L ഇൻറ്റു 2 ഇൻറ്റു N. ഇവിടെ നമുക്ക് വേണ്ട D സ്ക്വയർ അല്ലേ, ബാക്കി എല്ലാം ഇങ്ങ് പുറത്തുണ്ട്. V1 ഇൻറ്റു 4 ഇങ്ങ് മോളി വന്നു ഡിവൈഡഡ് ബൈ പൈ ഇങ്ങ് താഴെ വന്നു, L ഇങ്ങ് താഴെ വന്നു, 2 ഇങ്ങ് താഴെ വന്നു, N ഇങ്ങ് താഴെ വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു D സ്ക്വയർ. നാലോചിച്ച് നോക്കിയാൽ V1 വാട്ട് ഇസ് വാല്യൂ ഓഫ് V1ൻ്റെ വാല്യൂ 11.237 ഡിവൈഡഡ് ബൈ ഇൻറ്റു 4 ഉണ്ട് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു L 0.2 ഇൻറ്റു 2. N എന്ന് പറഞ്ഞാൽ എത്ര RPM? 240 RPM. സോ വി ഹാവ് D സ്ക്വയർ. ഈ സാധനത്തിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് D അല്ലേ.
അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്ന സാധനം എടുക്കും. എനിക്ക് തോന്നുന്നു ഇത് 0.149 കിട്ടുമായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ. അവിടെ നിന്ന് ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, ഡി ഈസ് ഈക്വൽ ടു 0.386. ഓക്കെ, അത്രയും മീറ്ററാണ്. മില്ലിമീറ്റർ ആക്കണമെങ്കിൽ 386 മില്ലിമീറ്റർ. ന്യൂമറിക്കൽ എറേഴ്സ് ഉണ്ടാവാം, ചിലപ്പോൾ ഞാൻ നോക്കി എഴുതുന്നതുകൊണ്ട് ആ എഴുതിയിരിക്കുന്ന വ്യത്യാസം ഉണ്ടാവാം. നോക്കി ചെയ്ത് കിട്ടുന്നതാണ്. ആൻസർ ചിലപ്പോൾ വരത്തില്ല, ആൻസർ ഇത് തന്നെയായിരിക്കും. ഇത് കിട്ടുന്നതുകൊണ്ട് നോക്കാം. 3 മീറ്റർ, മില്ലിമീറ്ററിലാണെങ്കിൽ 286. ഇതേ സാധനം നമുക്ക് V4ലും ചെയ്യാം. V4 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? V4 ആണെങ്കിൽ ഞാൻ ഒറ്റ അടിക്ക് എഴുതുവാണ്. ഇവിടെ V4 ആണെങ്കിൽ ഇത് അല്ലേ, V4 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ V4 ഇൻറ്റു എന്ത് വരും? V4 ഈസ് ഈക്വൽ ടു A4 ഇൻറ്റു L ഇൻറ്റു 2 ഇൻറ്റു N. അപ്പോൾ ഇവിടെ നിന്ന് A4 എഴുതുമ്പോൾ V4 എന്ന് പറഞ്ഞാൽ എന്താണ്? V4 ഈസ് ഈക്വൽ ടു A4 എന്ന് പറഞ്ഞാൽ π/4 എന്തിൻ്റെ ഡി സ്ക്വയർ? നമ്മൾ എക്സ്പാൻഡർ ഡി സ്ക്വയർ ഇൻറ്റു L ഇൻറ്റു 2 ഇൻറ്റു N. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ സ്മാൾ ഡി കണ്ടുപിടിക്കാം. V4ൻ്റെ വാല്യൂ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഇവിടെ കണ്ടുപിടിച്ച V4ൻ്റെ വാല്യൂ 7.6. അപ്പോൾ ഡിയുടെ വാല്യൂ ചെയ്തു. ഡിയുടെ വാല്യൂ കണ്ടുപിടിച്ച് സ്മാളായിട്ട് ഡി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണെന്നറിയോ? 3.318 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതെല്ലാം നോക്കാം. ലാസ്റ്റ് വൺ, പവർ റിക്വയർഡ് ടു COP ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസൈർഡ് എഫക്റ്റ് ബൈ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് ബൈ വർക്ക് ഡൺ. നമുക്ക് ചോദിച്ചേക്കുന്ന വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? വർക്ക് ഡൺ ആണ് പവർ റിക്വയർഡ്. റെഫ്രിജറേഷൻ എഫക്റ്റിനെ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ നമ്മൾ കാർനോട്ട് സൈക്കിളിലൊക്കെ ഒരുപാട് ചെയ്തതാണ്. റെഫ്രിജറേഷൻ ആവുന്നത് 610 ആണ്. 6 10s ഓഫ് റെഫ്രിജറേഷൻ, 6 × 2 10. COP എത്ര നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? COP ഈസ് ഈക്വൽ ടു നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 1.674. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇത് പെർ മിനിറ്റ് ആയിരിക്കും കിട്ടുന്നത് വർക്ക് ഡൺ അല്ലേ. ഈ സാധനം ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് ഇത്രയും കിലോ ജൂൾ പെർ മിനിറ്റ് ആയിരിക്കും. 752 എന്താണ് കിലോ ജൂൾ പെർ മിനിറ്റ്. കാര്യം നമ്മുടെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ കിലോ ജൂൾ പെർ മിനിറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ പെർ സെക്കൻഡ് ആക്കാൻ 752നെ നമ്മൾ എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തു? 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വാല്യൂ 12.5 ആണ്. 12.5 കിലോ ജൂൾ പെർ സെക്കൻഡ്. ആ സെക്കൻഡാണ് നമ്മൾ എന്തിൽ പറയുന്നത്? പവറിൽ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കിലോ വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ട് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിലാക്കി വെച്ചത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് എന്താണ് ഇത് രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് ചെയ്തത്. കാര്യം മിനിമം ക്വസ്റ്റ്യൻസ് കൊണ്ട് നമുക്ക് മാക്സിമം പോർഷൻസ് കവർ ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനുണ്ടാവാം, അല്ലെങ്കിൽ ബേസിക് തെർമോഡൈനാമിക് റിലേഷൻ വെച്ച് ഇതുണ്ടാകും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാമിനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ നോക്കിക്കൊണ്ട് പോകേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള പഠിത്തമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിന് കൂടുതൽ ക്വസ്റ്റ്യൻ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ പിന്നീട് ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇത്രയും പറയാൻ നിർവാഹമുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇത് ഇത്രയും നോക്കിയതിന് ശേഷം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി വലിയ സാധനങ്ങളൊന്നും പഠിക്കാനില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ വി വിൽ മൂവ് ഓൺ ടു എന്താണ് നമ്മുടെ എയർ റെഫ്രിജറേഷൻ സിസ്റ്റംസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കടക്കും.